കാതുപൊത്തിയാണ് മഹാനവറുകൾ മുന്നോട്ട് നീങ്ങിയത്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ ശബ്ദം കേട്ടപ്പോൾ കാതുപൊത്തിയത് വെറുതെയല്ല. അങ്ങനെയാകുമ്പോ സുഹൃത്തുക്കളെ, ഇന്ന് എവിടേക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ കാതുപൊത്താതെ? ഏതെങ്കിലും സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റുമോ കാതുപൊത്താതെ? എല്ലായിടങ്ങളിലും ഇതല്ലേ കേൾക്കുന്നത്. ഒരു ട്രെയിൻ കയറാൻ പോവുകയാണെങ്കിലും ഇതാ കേൾക്കാം, ഉള്ളിൽ പോയിട്ട് സീറ്റ് ഇരിക്കുകയാണെങ്കിലും അപ്പുറത്തുനിന്ന് ഇതാ കേൾക്കാം. ഇനി ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്ത് നമ്മൾ ഒരു വിമാനത്താവളത്തിലാ പോകുന്ന, അവിടുന്ന് തന്നെ കേൾക്കും. വലിയ ഹൈ ലെവൽ ബസ് സ്റ്റാൻഡ് മെട്രോ സ്റ്റേഷനിലാ പോകുന്ന, അവിടെ തന്നെ കേൾക്കും. എവിടെ കേൾക്കാം? കുടുങ്ങിയില്ലേ? മീൻ മാർക്കറ്റിൽ പോയാൽ അവിടുന്ന് തന്നെ കേൾക്കും. പച്ചക്കറി മാർക്കറ്റ് പോയാൽ അവിടുന്ന് തന്നെ. പിന്നെ എവിടെ ഒരു ഒഴിവുണ്ട്? മൂത്രയിക്കണ സ്ഥലം മാത്രം ഒഴിവുണ്ട്. പള്ളിയും കല്യാണങ്ങൾക്ക് അത് പിന്നെ പറയണ്ട. പലരും ചിലപ്പോ പേടിച്ചിരിക്കായിരിക്കും, മൂലയർ അത് പറയാനായിരിക്കും വന്നിരിക്കുക. ഇല്ല, ഞാനതൊന്നും പറഞ്ഞെടുക്കാറാക്കില്ല. അതിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കല്ലേ. കല്യാണങ്ങൾക്ക് വിളിക്കുമ്പോ ദ്വാരന്ന് കൊടുക്കലാണ്. നല്ല നിലക്ക് നടത്താണെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചേ വരട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും ഒന്നും അല്ല, എന്ത് ദ്വാരക്കാൻ? ഏതായാലും ക്ഷണിച്ചതിന് നന്ദി, വരാൻ താല്പര്യമല്ല, അസ്സലാമു അലൈക്കും. നിങ്ങളെ പുരക്കാരും വന്നില്ലെങ്കിലോ ആരോടും പരാതിയില്ല. പരാതി ഉണ്ടെങ്കിലല്ലേ ആരോടും പരാതി. കുറെ ആൾക്കാർ വന്നോളന്നോ, അല്ലെങ്കിൽ അവിടെ ജനനിബിഡമായിട്ട് ആൾക്കാർക്ക് പിറ്റേന്ന് ഇങ്ങനെ അങ്ങനെ കല്യാണം 4500 ഒന്നും കിട്ടൂല. അങ്ങനെ പറഞ്ഞു എന്ത് കിട്ടാനാ? നമ്മളെ കല്യാണത്തിന് 4500 ആള് വന്നിരുന്നു എന്ന് പുറത്താളുകൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. കാര്യമൊന്നുമില്ല. എവിടേക്കും പോകാൻ വയ്യ. സഹോദരങ്ങളെ, മൊബൈലിന്റെ ട്യൂണ് അത് മ്യൂസിക് ആക്കി വെക്കരുത്. കേൾക്കാൻ സന്തോഷമുള്ള എന്തെങ്കിലും മദ്ഹാക്കി വെക്കും. വേറെ ചില ആളുകളെ വിളിക്കാൻ കഴിയൂല. ചിലപ്പോഴൊക്കെ ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് വന്ന ഏതെങ്കിലും കോള് തിരിച്ചു വിളിക്കുമ്പോ നമ്മള് ഒരൊറ്റ വരി കേൾക്കുമ്പോഴേക്കന്നെ കട്ടാക്കി പോവാണ്. കാരണം അത് കേൾക്കാൻ കഴിയണ്ടേ. അങ്ങനെയുള്ളതാണ്. അതിപ്പോ എങ്ങനെ പാടിത്തരാൻ കഴിയോ നിങ്ങൾക്ക്? കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ട്യൂണ് വെക്കുകയാണെങ്കിൽ ഒരു മദ്ഹ് വെക്കൂ, കേൾക്കാൻ നല്ല സൗന്ദര്യമുള്ള ഒരു മദ്ഹ്. അല്ലെങ്കിൽ സാധാരണ മൊബൈലിന്റെ ട്യൂൺ ഉണ്ടായിക്കോട്ടെ. സാധാരണ ഒരു മൊബൈലിന്റെ റിംഗ് ചെയ്യുന്ന ഒരു ട്യൂൺ ഉണ്ടല്ലോ അല്ലെ? മൊബൈൽ ഇങ്ങനെ അറിയിക്കുന്ന ഒരു കിണികിണികിണി ശബ്ദമല്ലേ? അതതിന്റെ ശബ്ദമായിട്ട് മുമ്പേ അറിയപ്പെട്ടതാണ്. അങ്ങനെ നോട്ടെ. അതൊന്നല്ലപ്പോ സുബ്ഹാനല്ലാഹ്, ചില കൊട്ടകൾ കേട്ടാൽ കാത് പൊട്ടിയൊന്ന് തിരുത്തിപ്പോ. ആ ജാതി കൊട്ടാണ്. അപ്പൊ നമ്മള് വിചാരിച്ചു നമ്മളെ മൊബൈൽ ആകെ പൊട്ടി കീറാണോ? അല്ല, അത് മറ്റാളെ മൊബൈലിൽ ഇങ്ങോട്ട് കേൾക്കുക. ഇവന്